Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. വയോപ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അപ്പോൾ ആ എക്സ്പെരിമെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ ഇന്റർഫറൻസ് പാറ്റേണിനെ കുറിച്ചും ആ പാറ്റേണിലെ ഓരോ ബാൻഡ് വിഡ്ത്തിന്റെ ഫ്രിഞ്ച് വിഡ്ത്തും ബാൻഡ് വിഡ്ത്തിനെ കുറിച്ച് നമ്മൾ ആ ഡെറിവേഷനാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൊഹിയറൻറ്റ് സോഴ്സസ്. അപ്പോൾ ഇന്റർഫറൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ കൊഹിയറൻറ്റ് സോഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുന്നത്. ആ രണ്ട് വേവ് കൊഹിയറൻറ്റ് വേവ്സ് ആയിരിക്കണം. കൊഹിയറൻറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുക. അപ്പോൾ എന്താണ് കൊഹിയറൻറ്റ് വേവ്സ് അല്ലെങ്കിൽ കൊഹിയറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Two sources are said to be coherent if they emit light of same amplitude, same frequency and of same phase or of a constant phase difference. അപ്പോൾ രണ്ട് സോഴ്സുകൾ കൊഹിയറന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ രണ്ട് സോഴ്സിന് വരുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, സെയിം ഫേസ് ആണ്. ഇനി ഫേസ് ഡിഫറൻസ് സെയിം ആയാലും മതി. ഫേസ് സെയിം അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് സെയിം ആയാലും മതി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ സെയിം ആണെങ്കിൽ മാത്രമാണ് രണ്ട് സോഴ്സുകൾ കൊഹിയറന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൊഹിയറന്റ് സോഴ്സിന് വരുന്ന കൊഹിയറന്റ് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. സോ ഇതാണ് ഇൻകൊഹിയറന്റ് കൊഹിയറന്റ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് അതിന്റെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, അത് ഇൻകൊഹിയറന്റ് ആണ്. അപ്പോൾ ആ ഫേസ് ഡിഫറൻസ് സെയിം അല്ല. അപ്പോൾ ആ വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടില്ല, ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. നേരെ മറിച്ച് കൊഹിയറന്റ്, ആ സെക്കൻഡ് പറഞ്ഞൊരു കാര്യം, ക്രസ്റ്റ് ആകുമ്പോൾ എല്ലാം ക്രസ്റ്റ്, ട്രഫ് ആകുമ്പോൾ എല്ലാം ട്രഫ്, വേവ് ലെങ്ത് സെയിം ആണ്, ഫേസ് സെയിം ആണ്, ഫേസ് ഡിഫറൻസ് ഇല്ല, സീറോ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. അപ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ അതിന്റെ ബേസിക് കണ്ടീഷൻ ഇതാണ്, രണ്ട് വേവ്സ് കൊഹിയറന്റ് ആണ്. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, the phase difference between the wave emitted by two independent sources varies rapidly and randomly, so interference pattern could not be produced by using two independent sources. That means രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഒരിക്കലും കൊഹിയറന്റ് സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കൊഹിയറന്റ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, പിന്നെ എങ്ങനെയാണ് ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, 60 വാട്ട് ബൾബും അനദർ 60 വാട്ട് ബൾബും കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും, പക്ഷെ ഫേസ് ഡിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യില്ല. ആ കാരണങ്ങൾ കൊണ്ട് എത്ര സിമിലറായ രണ്ട് സോഴ്സുകൾ വെച്ചാലും ആ രണ്ട് സോഴ്സ് വരുന്ന വേവ്സ് ഒരിക്കലും എന്ത് ചെയ്യാവില്ല, കൊഹിയറന്റ് ആവില്ല. അപ്പോൾ കൊഹിയറന്റ് സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഡബിൾ സ്ലിറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ലൈറ്റ് സോഴ്സ് വരുന്നു. ഈ ലൈറ്റ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഓപ്പണിങ്സിലൂടെ, അതായത് രണ്ട് ഓപ്പണിങ്സ് ആണ്. സ്ലിറ്റ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആയിരിക്കും, വളരെ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്ലിറ്റ്സ്, അപ്പോൾ ആക്ച്വലി എന്താ, ഈ വേവ് വന്നിട്ട് രണ്ട് സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഇത് രണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് സോഴ്സിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും, ഈ രണ്ട് വേവും കൊഹിയറന്റ് വേവ്സ് ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൊഹിയറന്റ് ലൈറ്റ് സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഡബിൾ സ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് കൊഹിയറന്റ് സോഴ്സസ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ആണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ സ്ലിറ്റ് ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് ആണ്. പ്രത്യേകം മനസ്സിലാക്കണം, രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൊഹിയറന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനി എന്താ ഇന്റർഫറൻസ് നോക്കാം. Interference is the phenomena of redistribution of energy in a region due to the superpositions of two or more wave trains passing simultaneously through that medium. NCERTയുടെ ഡെഫിനിഷൻ ആണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഇന്റർഫറൻസിന് വളരെ സിമ്പിൾ ആയിട്ട്. ഇന്റർഫറൻസ് മീൻസ് ഇസ് സൂപ്പർപോസിഷൻസ് ഓഫ് ടു കൊഹിയറന്റ് വേവ്സ്. രണ്ട് കൊഹിയറന്റ് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആണ് ഇന്റർഫറൻസ് എന്ന ഫിനോമിന ടേക്ക് പ്ലാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർഫറൻസ് എന്ന ഫിനോമിന നമുക്ക് ഒരിക്കലും റേ ഒപ്റ്റിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന് വേവ് എന്ന പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇന്റർഫറൻസ് എന്ന ഫിനോമിന ശരിക്കും ലൈറ്റിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വേവ്, കൊഹിയറന്റ് ആയ വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ടാവുന്നു. ആ പാറ്റേൺ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയും. ആ ഫിനോമിനയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ്. അപ്പോൾ അതിൽ ചില സംശയം ഉണ്ടാകും, പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എന്ന് പറയാൻ കാരണം ആ പാറ്റേണിൽ നമുക്ക് ബ്രൈറ്റും ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാവും. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് കളർ, ഡാർക്ക് എന്ന് പറയുമ്പോൾ ആബ്സൻസ് ഓഫ് കളർ. അപ്പോൾ രണ്ട് ലൈറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന പാറ്റേണിൽ ഡാർക്കും ഉണ്ടാവും, ബ്രൈറ്റ്. അപ്പോൾ ആബ്സൻസ് ഓഫ് കളറും പ്രസൻസ് ഓഫ് കളറും ഉണ്ടാവും. ദാറ്റ് മീൻസ്
അവിടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അവിടെ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് കൂടുതൽ കൊടുത്തു, ഒരു ഭാഗത്ത് ഒട്ടുമില്ല, ഒരു ഭാഗത്ത് കൂടുതൽ കൊടുത്തു, ഒരു ഭാഗത്ത് ഒട്ടുമില്ല. അതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കാരണം നമ്മൾ പാറ്റേണിൽ പറഞ്ഞു ഡാർക്കും ഉണ്ടാവും ബ്രൈറ്റും ഉണ്ടാവുന്നത്. അപ്പോൾ ഡാർക്ക് എന്ന് പറയുന്നത് ആബ്സൻസ് ഓഫ് കളർ, ബ്രൈറ്റ് എന്ന് പറയുന്നത് ഏത് കളറാണോ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ ആണ് ബ്രൈറ്റ്, ബ്ലാക്ക് ആണ് ഡാർക്ക്. ഇനി റെഡ് ആണെങ്കിലോ റെഡ് ആണ് ബ്രൈറ്റ്, ബ്ലാക്ക് ആണ് ഡാർക്ക്. ഇനി വൈറ്റ് ആകുമ്പോൾ നമുക്ക് കളേർഡ് സ്പെക്ട്രം കിട്ടുക. ഫോർ എക്സാമ്പിൾ ഒരു വെള്ളത്തിൽ കെറോസിൻസ് ഒക്കെ ഒഴിക്കുമ്പോൾ അവിടെ പാറ്റേൺ ഉണ്ടാവുന്നില്ല, ആ പാറ്റേൺ കളേർഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് ട്രഫുകൾ തമ്മിലോ സൂപ്പർ ഇമ്പോസ് ചെയ്യും. രണ്ട് വേവ്സ് ആണ്, ഇത് എ എന്ന വേവ് ട്രെയിനും ബി എന്ന വേവ് ട്രെയിനാണ്. അപ്പോൾ ഇതിന്റെ ക്രസ്റ്റും ട്രഫും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ക്രസ്റ്റും വലിയ ട്രഫും കിട്ടും. അപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റീവ് ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റീവ് മീൻസ് ബ്രൈറ്റ്, അവിടെ പ്രസൻസ് ഓഫ് കളറാണ്. ഇത് എന്ന് പറയുമ്പോൾ നോക്കൂ ക്രസ്റ്റും ട്രഫും ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ദേ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ അവിടെ ആബ്സൻസ് ഓഫ് കളറാണ്, അവിടെ കളർ ഉണ്ടാവില്ല, അവിടെ ഡാർക്കായി. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലൈറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി സംഭവിക്കുന്നു. ചില ഭാഗത്ത് ബ്രൈറ്റ് ഉണ്ടാവുന്നു, ചില ഭാഗത്ത് ഡാർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ആണ് നമ്മൾ ബ്രൈറ്റ് എന്ന് പറയുന്നത്, ഡിസ്ട്രക്റ്റീവ് ആണ് നമ്മൾ ഡാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. ഇത് ന്യൂട്ടൺസ് റിംഗ് ആണ്, എങ്കിൽ കൂടി ആ ഫ്രിഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിക്കുമ്പോൾ കണ്ട യെല്ലോ ബ്ലാക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഫ്രിഞ്ചസ്. ഇതാണ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് ശരിക്കും യങ്സ് ഡബിൾ സ്ലിറ്റ് വരുന്നതല്ല, ഇത് ന്യൂട്ടൺസ് റിംഗിന്റെ എക്സ്പെരിമെന്റ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഫ്രിഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഇന്റർഫറൻസ് പാറ്റേണിന്റെ മുഴുവൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. പ്ലെയിൻ വേവ് ആണ്. പ്ലെയിൻ വേവ് എന്ന് പറയുമ്പോൾ ഒരു സോഴ്സ് നിന്ന് ലൈറ്റ് വരികയാണ്. അത് എന്ത് സോഴ്സും ആവും, ഒരു സോഴ്സ് നിന്ന് ലൈറ്റ് ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ അത് പ്ലെയിൻ വേവ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പ്ലെയിൻ വേവ് ആണ്. ഈ പ്ലെയിൻ വേവ്, അപ്പോൾ ഈ ശരിക്കും നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ഈ പ്ലെയിൻ വേവ് ഇതിന് ഒരു ഇമ്പോർട്ടൻസേ ഇല്ല. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്ലിറ്റുകളാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഫസ്റ്റ് സോഴ്സും സെക്കൻഡ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സോഴ്സുമായിട്ട് നമുക്ക് യാതൊരു കോൺടാക്റ്റും ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്ലിറ്റാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് സ്ലിറ്റിലേക്ക് എത്തുന്നു. ആ സ്ലിറ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു ഓപ്പണിംഗ്, ഇവിടെ നിന്ന് ഒരു സ്പെരിക്കൽ വേവ് ഉണ്ടായി, ഇവിടെയും സ്പെരിക്കൽ വേവ്സ് ഉണ്ടാവുന്നു. അപ്പോൾ അതിൽ ക്രസ്റ്റ് ട്രഫ് ഇങ്ങനെ വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ആ വേവ് പ്രോഗ്രസീവ് ആവുകയാണ്. ഇവിടെ ആ വേവ് പ്രോഗ്രസീവ് ആണ്. അപ്പോൾ ഈ വേവ് പ്രോഗ്രസീവ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് വേവിന്റെ ക്രസ്റ്റുകൾ അല്ലെങ്കിൽ വേവ് ഫ്രണ്ട്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നവിടെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി, ഇല്ലാത്തവിടെ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ബ്രൈറ്റ് ഡാർക്ക് കിട്ടും. ഇതാണ് ഫ്രിഞ്ചസ്. ഇങ്ങനെയാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്ലിറ്റിലൂടെ പ്രോഗ്രസീവ് ആവുന്ന വേവ് സൂപ്പർ ഇമ്പോസ്ഡ് ആവണം. അപ്പോൾ രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ്ഡ് ആവണം. സൂപ്പർ ഇമ്പോസ്ഡ് ആവുമ്പോൾ ക്രസ്റ്റും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നവിടെ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് വെളിച്ചം കിട്ടും. ഇനി ക്രസ്റ്റും ട്രഫും കൂടി സൂപ്പർ ഇമ്പോസ് ഡാർക്ക് ഫ്രിഞ്ചസ് കിട്ടും. അപ്പോൾ അതുപോലെ എന്താണ്, ഇതുപോലെ പാറ്റേൺസ് എന്ത് ചെയ്യും നമുക്കിന്ന് സ്ക്രീനിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതിന്റെ തിയറട്ടിക്കൽ പോർഷനിലേക്ക് പോവാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പോൾ ഇന്റർഫറൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഉണ്ടാവുന്നത്, അതായത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവുന്നത്, ഡാർക്ക് ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് മീൻസ് ബ്രൈറ്റ് when the two interfering waves are in the same phase, that is crest of one wave falls on the crest of another, or trough of one wave falls on the trough of another, the resultant intensity at that point will be maximum and is called constructive interference or reinforcement. അതായത് കൺസ്ട്രക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ക്രസ്റ്റും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രഫും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ മാക്സിമം ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് കിട്ടുക. അപ്പോൾ അതിൽ ഇതാണ് ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഫോർ എക്സാമ്പിൾ രണ്ട് വേവ്സ് ആണ്, രണ്ട് ഇൻഡിപെൻഡന്റ് വേവ്സ് ആണ്, രണ്ട് കൊഹിയറന്റ് വേവ്സ് ആണ്. അപ്പോൾ ഈ കൊഹിയറന്റ് വേവ്സ് നമുക്കറിയാം എയും ബിയും സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കൺസ്ട്രക്റ്റീവ് കിട്ടും. ഇനി അല്ലെങ്കിൽ എയും സി ആയാലും മതി, ഇനി അല്ലെങ്കിൽ എയും ഡി ആയാലും മതി, കാരണം ക്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ പറയാം, പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ലാംഡ ആയാലും കുഴപ്പമില്ല, 2 ലാംഡ ആയാലും കുഴപ്പമില്ല, 3 ലാംഡ ആയാലും കുഴപ്പമില്ല, ഇറ്റ് കോസ് ടു n ലാംഡ ആയാലും കുഴപ്പമില്ല. കാരണം ലാംഡ ഫസ്റ്റ് എന്താണ്, ഇത് എയും ബി ആകുമ്പോൾ ഇതിന് പാത്ത് ഡിഫറൻസ് ഇല്ല. ഇനി എന്നും സി ആകുമ്പോൾ ശരിക്കും ക്രസ്റ്റ് ടു ക്രസ്റ്റ് പറഞ്ഞാൽ ലാംഡയാണ്. ഇനി ക്രസ്റ്റ് ടു സെക്കൻഡ് ക്രസ്റ്റ് എന്ന് പറയുന്നത് 2 ലാംഡയാണ്. അപ്പോൾ n 0 ആയാലും കുഴപ്പമില്ല, n 1 ആയാലും കുഴപ്പമില്ല, n 2 ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു n ലാംഡ. അപ്പം രണ്ട് വേവ് തമ്മിലെ പാത്ത് ഡിഫറൻസ് n ലാംഡയാണ് എങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. അതായത് എ ബി എന്ന പോയിന്റ് അല്ലെങ്കിൽ എ സി എന്ന പോയിന്റോ എ ഡി എന്ന പോയിന്റോ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. അതാണ് ലാംഡ, 2 ലാംഡ, 3 ലാംഡ. അപ്പോൾ നമുക്ക് ജനറലി എന്ത് പറയാം,
പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഓർ എൻ ഈക്വൽ ടു 0 1 2 3 ആണ്. അപ്പോൾ അതിൽ 0 കൊടുത്താലും 1 കൊടുത്താലും 2 കൊടുത്താലും ഒക്കെ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷനാണ്. The point A can be interference with point like B, C, D, etc. കാരണം ഏത് ബിയിലേക്കും ഏത് സിയിലേക്കും ഡി ആയിട്ട് കാരണം നമ്മൾ പറഞ്ഞു ഫേസ് ഡിഫറൻസ് സെയിം ആണ് വേവ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നടക്കുമ്പോൾ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് പറയാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഏത് ക്രസ്റ്റുകൾ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രസ്റ്റ് ആവണം നിർബന്ധമില്ല. ഫസ്റ്റ് ക്രസ്റ്റും സെക്കൻഡ് ക്രസ്റ്റും മതി, ഫസ്റ്റ് ക്രസ്റ്റും തേർഡ് ക്രസ്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്താലും മതി. ഓക്കെ, അതാണ് കൺസ്ട്രക്റ്റീവ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ ഓർമ്മ വേണം. പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഇനി destructive interference. When the two interfering waves are out of phase, the crest of one wave falls on the trough of another. The resultant intensity at that point will be minimum and is called destructive interference. Destructive interference എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇല്ലാതാവണം, അവിടെ ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യണം, ആബ്സെൻസ് ഓഫ് കളർ. അപ്പോൾ അതിന്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. For destructive interference, the path difference between the interference wave, അതായത് എയും ഇയും സൂപ്പർ ഇമ്പോസ് ചെയ്യണം. കാരണം ക്രസ്റ്റും ട്രഫും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രസ്റ്റും രണ്ടാമത്തെ ട്രഫായാലും മതി, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രസ്റ്റും മൂന്നാമത്തെ ട്രഫായാലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, λ/2 3 λ/2 5 λ/2. എന്ത് λ/2 ഒന്നരയാണ്. 1 ലാംഡ, അതായത് ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. ക്രസ്റ്റും ട്രഫും തമ്മിൽ വ്യത്യാസം λ/2 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്രസ്റ്റും ഫസ്റ്റ് ട്രഫും തമ്മിൽ വ്യത്യാസം λ/2 ആണ്. കാരണം നമുക്കറിയാം ക്രസ്റ്റ് ടു ക്രസ്റ്റ്, ഈ ക്രസ്റ്റിന് ഈ ക്രസ്റ്റിലേക്കുള്ള ദൂരമാണ് ലാംഡ. അപ്പൊ ക്രസ്റ്റിന് ട്രഫിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് λ/2 ആണ്. ഇനിയാണെങ്കിലോ ഈ ക്രസ്റ്റിന്ന് ഈ ട്രഫിലേക്കുള്ള ദൂരം, അപ്പൊ ഈ ക്രസ്റ്റിന് ഈ ക്രസ്റ്റിലേക്ക് 1 ആയി, പിന്നെ ഒന്നര, അതാണ് 3/2. ഇനി ഇവിടെ എത്തണമെങ്കിലോ എന്നാ ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരു 1 ലാംഡ 2 ലാംഡ ദെൻ ഇപ്പോൾ 2.5, ദാറ്റ് ഇസ് 5/2. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് വരണം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് 2n - 1. കാരണം 2 എന്ന് പറയുന്നത് ഈവൺ ആണ്, -1 ഓഡായി കിട്ടി. അപ്പോൾ 2n - 1 λ/2 കൊടുക്കാം, 2n + 1 λ/2 കൊടുക്കാം. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്താണ്? 2n - 1 λ/2 ആണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ പറയാം ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യുന്നതിന്റെ കണ്ടീഷൻ. അപ്പോൾ അതിൽ 2n + 1 ആണെങ്കിൽ n സ്റ്റാർട്ട് ഫ്രം 0, 2n - 1 ആണെങ്കിൽ n സ്റ്റാർട്ട് ഫ്രം 1. അതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയും പറയാം 2n + 1 എന്ന് പറഞ്ഞാൽ n സ്റ്റാർട്ട് ഫ്രം 0, ഇവിടെ 2n - 1, അപ്പോൾ n സ്റ്റാർട്ട് ഫ്രം 1. അപ്പോൾ ഡിസ്ട്രക്റ്റീവിന്റെയും കൺസ്ട്രക്റ്റീവിന്റെയും കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ലാംഡ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആണ്, പാത്ത് ഡിഫറൻസ് 2n - 1 λ/2 ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആണ്. ഇതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. സോഴ്സ് വരുന്നു, അത് 2 സ്ലിറ്റ് കോഹിയറൻ സോഴ്സ് ആക്കി വരുന്നു. അതെന്താണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സ്ക്രീൻ ഡിസ്റ്റൻസ്, സ്ക്രീനിലേക്കുള്ള ദൂരമാണ്. സ്ലിറ്റ് എന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ സോഴ്സ് എന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം എന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ സോഴ്സ് ഇതാണ്. ക്ലിയർ? അപ്പോൾ സ്ക്രീനിൽ ഇതുപോലെ പാറ്റേൺസ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നുള്ള ബേസിക് നമ്മൾ റേ ഡയഗ്രാം അല്ലെങ്കിൽ വേവ് ഡയഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ S1 S2 2 സോഴ്സ് ആണ്. അപ്പോൾ 2 സോഴ്സ് മീൻസ് 2 സ്ലിറ്റ് ആണെന്ന് പറയാം. അപ്പോൾ സ്ലിറ്റ് തമ്മിൽ ഡിഫറൻസ് സ്മോൾ ഡി ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. സ്മോൾ ഡി വളരെ ചെറുതാവുക, വളരെ ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്മോൾ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ രണ്ട് സ്ലിറ്റ് തമ്മിലുള്ള ദൂരമാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ സോഴ്സ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം. ഇനി S1p എന്നൊരു വേവ് ആണ്, S2p എന്ന വേവ് ആണ്. അപ്പോൾ ഈ രണ്ട് വേവും ട്രാവൽ ചെയ്തിട്ട് ഒരു പോയിന്റ്, ഇവിടെ P എന്ന പോയിന്റിൽ Q എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇതിൽ 1 2 3 4 5 6 7 വേവ് ഉണ്ട്. ഇത് നമുക്ക് 9 വേവ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേവ് തമ്മിൽ സെയിം പിന്നാണ് ഫേസ് ആണ്, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷെ രണ്ട് വേവ് തമ്മിൽ എന്തുണ്ട്, പാത്ത് ഡിഫറൻസ് ഉണ്ട്. എന്താ പാത്ത് ഡിഫറൻസ് പറയാൻ കാരണം ഇതിൽ 7 ലാംഡയാണ്, ഇതിൽ 9 ലാംഡയാണ്. അപ്പോൾ ഈ രണ്ട് തമ്മിൽ വ്യത്യാസം 2 ലാംഡയാണ്. അപ്പോൾ 2 ലാംഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് n ലാംഡ കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരിക. അപ്പോൾ ഇതേപോലെ ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഭാഗത്ത് കൺസ്ട്രക്റ്റീവ് ആവും, ചില ഭാഗത്ത് ഡിസ്ട്രക്റ്റീവ് ആവും. അപ്പോൾ ആക്ച്വലി S1p എന്ന് പറയുന്ന വേവ് ആണ്, S2p എന്ന് പറയുന്ന വേവ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ കണ്ടുപിടിക്കുന്നത്, ഇതിന് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ S1p എന്നൊരു വേവ് വരുന്നു, S2p ഇതുവരെ ഒരുപാട് വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാം കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ എവിടേക്കാണോ കൺസ്ട്രക്റ്റീവ് വരുന്നത് അവിടെയൊക്കെ ബ്രൈറ്റ് കിട്ടും, എവിടേക്കാണ് ഡിസ്ട്രക്റ്റീവ് ആണ് ഡാർക്ക് ആവും. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ്. നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. The path difference between the rays S1p and S2p meeting at the point P. അപ്പോൾ നമുക്കറിയാം O എന്ന സെന്റർ, സ്ക്രീനിന്റെ സെന്റർ ആണ് O എന്ന് പറയുന്നത്. O എന്ന് P യിലേക്കുള്ള ദൂരം X ആണ്. അപ്പോൾ X ദൂരം P എന്ന പോയിന്റിൽ S1pയും S2pയും മീറ്റ് ചെയ്യണം. ഈ രണ്ട് വേവ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം S2p എന്ന് പറയുന്നത് കുറച്ച് വലിയ വേവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അതിന് കുറച്ച് പാത്ത് ഡിഫറൻസ് എന്താണ്, രണ്ട് വേവ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. കാരണം S1pയും S2pയും കമ്പയർ ചെയ്യുമ്പോൾ S1oയിലേക്കും S2oയിലേക്കും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ S1oയിലേക്കും S2oയിലേക്കും സെയിം ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം സെന്ററിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് ഉണ്ടാവുക. കാരണം അവിടെ രണ്ട് വേവ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഇല്ല.
കാരണം സീറോ പാത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ രണ്ട് വേവ് നമ്മൾ പാത്ത് ഡിഫറൻസ് ഇല്ലെങ്കിൽ കൺസ്ട്രക്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ സെന്ററിൽ നമുക്ക് എന്ത് കിട്ടി? ബ്രൈറ്റ് അത് മനസ്സിലായി. നമ്മൾ ഈ ഒരു പി എന്ന പോയിന്റിലാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അറിയാം S2P എന്ന വലിയ വേവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പാത്ത് ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു പാത്ത് ഡിഫറൻസ് ഇക്വൽ ടു S2P മൈനസ് S1P. കാരണം S2P അല്ലേ വലുത്. അപ്പോൾ നമുക്കറിയാം S1 ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ S2N എന്ന ഈ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. സോ S2N ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഓഫ് S1Pയും S2P തമ്മിൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റയാണ്, സ്മോൾ ലെറ്റർ ഡെൽറ്റ. അത് നമുക്ക് S2N എന്ന് പറയാം. ഇനി അത് ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ സൈൻ തീറ്റ എടുത്ത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ S2N ബൈ സ്മോൾ ഡി. S2N എന്ന് പറയുന്നത് ഡെൽറ്റയാണ് നമ്മുടെ. സോ S2N ഈസ് ഈക്വൽ ടു d സൈൻ തീറ്റ, ഓർ വി ക്യാൻ റൈറ്റ് d തീറ്റ എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു S1 S2 വെരി ക്ലോസ് ആണ്. അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ടെൻസ് ടു തീറ്റ ആവും. അപ്പോൾ S2 ഈസ് ഈക്വൽ ടു d തീറ്റ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ S2 ഈസ് ഈക്വൽ ടു d തീറ്റ, S2N ഈസ് ഈക്വൽ ടു d തീറ്റ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ ഈസ് ഈക്വൽ ടു d തീറ്റ. ഓക്കെ, ഇനി സൈൻ തീറ്റ ഇസ് വെരി സ്മോൾ ഫ്രം ഫിഗർ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇനി വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമുക്ക് കഴിയാം എക്സ് ബൈ ക്യാപിറ്റൽ ഡി ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ ആയിക്കുള്ള ആർക്ക് ബൈ റേഡിയസ് എന്ന ഫോമിൽ പറയുമ്പോൾ എക്സ് ബൈ ഡി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് അപ്പോൾ എക്സ് ബൈ ഡി ആണ്. അവിടെ എക്സ് ബൈ ഡി ആകുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. പാത്ത് ഡിഫറൻസ് ഇസ് ഇക്വൽ ടു ഡി തീറ്റ ആൻഡ് തീറ്റ ഇസ് ഇക്വൽ ടു എക്സ് ബൈ ഡി. ഇനി നമ്മൾ ഈ തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടി ഫ്രം ഇക്വേഷൻ ഫ്രം 1 and 2 delta, that is path difference S2N is equal to xd by capital D. Oh, let the point P is a bright point എന്ന് അസ്യൂം ചെയ്യുക. അത് പി എന്ന പോയിന്റ് ബ്രൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ബ്രൈറ്റ് ആണ് നമുക്കറിയാം എന്താ കണ്ടീഷൻ? എക്സ് ഡി ബൈ ഡി സിക്വൾ എൽ ലാംഡ. കാരണം അത് ബ്രൈറ്റ് ആണ് അസ്യൂം ചെയ്യണം. അത് ഡാർക്ക് ചിലപ്പോൾ ആവാം. നമ്മൾ അതിന്റെ കണ്ടീഷൻ കൊടുത്താൽ മതി. നമ്മളിവിടെ ബ്രൈറ്റ് അസ്യൂം ചെയ്യണം. അപ്പോൾ കാരണം നമ്മൾ എടുക്കുന്ന ഒരു ആർബിട്രറി പോയിന്റ് അല്ലേ, നമ്മൾ എടുത്തത് അവിടെ കൺസ്ട്രക്ട് ഡിഫറൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ പാത്ത് ഡിഫറൻസ് ഇസ് ഇക്വൽ ടു എക്സ് ഡി ബൈ ക്യാപിറ്റൽ ഡി. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഡി ബൈ ക്യാപിറ്റൽ ഡി ഇസ് ഇക്വൽ ടു എൻ ലാംഡ എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എക്സ് കാണാൻ പറ്റും. എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ദിസ് പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന്. ക്ലിയർ? ഓർ ദ ഡിസ്റ്റൻസ് ഓഫ് nth ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പോൾ സീറോ, അതായത് സെന്ററിൽ നിന്ന് nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കാണെങ്കിൽ നമുക്കറിയാം എൻ ഡി ലാംഡ ബൈ ക്യാപിറ്റൽ ഡി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ആണ്, അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് സ്ക്രീൻ ആണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷൻ, അല്ലെങ്കിൽ സ്ലിറ്റ് തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പോൾ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി n = 0 കൊടുക്കുക, അതാണ് സെന്ററിൽ കിട്ടും. പിന്നെ n = 1 കൊടുത്ത ലാംഡ ഡി ബൈ ഡി കിട്ടും. ബൈ 2 കൊടുത്ത് രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ രണ്ട് ഭാഗത്ത് നമുക്ക് ഫ്രിഞ്ചസ് കിട്ടിക്കൊണ്ടിരിക്കും, ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പോൾ ഇതാണ് nth ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n+1th ബ്രൈറ്റ് ഫ്രിഞ്ച്. n+1 ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്, നമുക്ക് n+1 ലാംഡ ഡി ബൈ ഡി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്നും കിട്ടി, അതിന് തൊട്ടടുത്ത ബ്രൈറ്റും കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഡാർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ബ്രൈറ്റ് എന്ന് പറയാം. അതാണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രൈറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് ഡാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യാം? പറയാം. അത് വേവ് ആയിരിക്കും, കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ഇത് സംശയം ഉണ്ടാവും, ഇങ്ങനെയല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശരിക്കും ഇതല്ലേ ബാൻഡ് വിഡ്ത്ത്, ഇതല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് വേവ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, വേവ് ഫോർമേഷൻ വരയ്ക്കും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു nth ബ്രൈറ്റും കിട്ടി, n+1 ബ്രൈറ്റും കിട്ടി. അപ്പോൾ ഇത് നമ്മൾ രണ്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് കിട്ടും. ഇത് n-ാമത്തെ ബ്രൈറ്റ് ആണ്, ഇത് തൊട്ടടുത്ത ബ്രൈറ്റ് ആണ്. അപ്പോൾ തൊട്ട് രണ്ട് ബ്രൈറ്റിന്റെ ഇടയിലായിരിക്കും ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡാർക്ക് ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് മനസ്സിലാകാൻ പറ്റും. സോ ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് n+1 മൈനസ് എക്സ് എൻ ആണ്. അതിൽ നമുക്ക് ലാംഡ ഡി ബൈ ഡി കിട്ടി. അപ്പോൾ ഇതാണ് എന്തിന്റെ ഒരു ഡാർക്ക് ഫ്രിഞ്ചിന്റെ വിഡ്ത്ത്. അപ്പോൾ അവിടെ നോക്കി തന്നെ മനസ്സിലാവും, ഡാർക്ക് ഫ്രിഞ്ചിനും ബ്രൈറ്റ് ഫ്രിഞ്ചിനും ഒരേ വിഡ്ത്താണ്, ഡി ലാംഡ ബൈ ഡി ആ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇന്റർഫറൻസ് പാറ്റേൺ മനസ്സിലാക്കുന്നത് ഡാർക്കിന്റെയും ബ്രൈറ്റിന്റെയും ഫ്രിഞ്ചസ് ഒരേ വിഡ്ത്താണ്. അത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ബീറ്റ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ യൂണിറ്റ് നമുക്ക് എന്താണ്? മീറ്ററിലാണ് കിട്ടുക. കാരണം ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ആ ലെങ്ത് ആണ്, ദാറ്റ് ഇസ് ഫ്രിഞ്ച് ലെങ്ത്, ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയാം. അത് നമുക്ക് ആംഗുലർ വിഡ്ത്ത് എന്ന് പറയാം. കാരണം ഇത് കണ്ടോ, ഇത് ലീനിയർ വിഡ്ത്ത് ആണ്, ഇത് ആംഗുലർ വിഡ്ത്ത് ആണ് തീറ്റ. അപ്പോൾ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എക്സ് ബൈ ഡി. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഡി ആണ്. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. സോ ബീറ്റ ബൈ ഡി ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, കാരണം വിഡ്ത്ത് ആണ്, ഇത് നമ്മൾ എക്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ എക്സ് ബൈ ഡി ആണ് ലാംഡ ബൈ ഡി എന്ന് പറയാൻ കാരണം. സോ ലാംഡ ബൈ ഡി ഇസ് നോൺ ആസ് ആംഗുലർ വിഡ്ത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലീനിയർ വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ലീനിയർ വിഡ്ത്ത് ആണ്, അതിന് ക്യാപിറ്റൽ ഡി കൊണ്ട്, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ വിഡ്ത്ത് കിട്ടും. അപ്പോൾ ലാംഡ ബൈ സ്മോൾ ഡി ആണ് ആംഗുലർ വിഡ്ത്ത്, ലാംഡ ഡി ബൈ ഡി ആണ് ലീനിയർ വിഡ്ത്ത്. ഇതാണ് യങ്സിന്റെ വിഡ്ത്തും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് യങ്സ് ഡബിൾ സ്ലിറ്റിലെ ബാൻഡ് വിഡ്ത്ത് ഫോം ചെയ്യുന്ന ഫോർമേഷൻ വരുന്ന അതിന്റെ വിഡ്ത്തിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി
നമുക്ക് ആ വേവ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതാണ് കണ്ടോ, ഇതിൽ കൺസ്ട്രക്ട് നമുക്ക് വലിയ ഒരു എന്താണ് ക്രസ്റ്റ് ഇവിടെ ഫോം ചെയ്ത്, അല്ലെങ്കിൽ സെൻട്രൽ ക്രസ്റ്റ് ആണ്, അതാണ് വൈറ്റ് ഇവിടെ ക്രസ്റ്റ് കണ്ടോ. ഈ ക്രസ്റ്റും തമ്മിലുള്ള ദൂരമാണ് ഡാർക്ക് എന്ന് പറയുന്നത്. കാരണം ഇതാണ് ഡാർക്കിന്റെ ദൂരം. ഇത് ഈ ക്രസ്റ്റും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രൈറ്റ് പെർഫെക്റ്റ് ബ്രൈറ്റ് ആയിരിക്കില്ല. കാരണം ലൈറ്റ് കുറഞ്ഞു 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 വന്ന് പിന്നെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഇന്റർഫറൻസ് പാറ്റേണിൽ പറയുന്നത് എപ്പോഴാണ് ഈക്വൽ വിഡ്ത്ത് ആണെങ്കിലും ബ്രൈറ്റ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ബ്രൈറ്റ്സ്. കാരണം എന്താണ്, ഇതിന്റെ ക്രസ്റ്റ് ഇവിടെയാണ്, അപ്പോൾ ഇവിടെ പീക്ക് ഇന്റൻസിറ്റി ആയിരിക്കും. പിന്നെ കുറഞ്ഞു 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 ഇവിടെ ബ്ലാക്ക് ആയി, പിന്നെ കൂടി കൂടിയാണ്. അപ്പോൾ നമ്മൾ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ബ്ലാക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡാർക്ക് ഫ്രിഞ്ചിന്റെയോ, അതാണ് ഈ ബീറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം. കാരണം ക്രസ്റ്റിന്ന് ക്രസ്റ്റിലേക്കുള്ള ദൂരമാണ് ഒരു ഡാർക്ക്, ട്രഫിന്ന് ട്രഫിലേക്കുള്ള ദൂരമാണ് ഒരു ബ്രൈറ്റിന്റെ വിഡ്ത്ത്. അപ്പോൾ ഇതാണ് ബീറ്റ എന്ന് പറയുന്നത്, ലീനിയർ വിഡ്ത്ത്. ആംഗുലർ വിഡ്ത്ത് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണണം, ഇതാണ് ആംഗുലർ വിഡ്ത്ത്, ദിസ് ഇസ് ആംഗുലർ വിഡ്ത്ത്. അപ്പോൾ ഇതാണ് വേവ് പാറ്റേൺസ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഇന്റർഫറൻസ് എനർജി പാറ്റേണോ അതിന്റെ ഇന്റർഫറൻസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാനൊക്കെ വേണ്ടി പറഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. കാരണം സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം, എല്ലാ ക്രസ്റ്റും ഈ എല്ലാ വിഡ്ത്തും ഈക്വൽ ആയിരിക്കണം. അതായത് ബ്രൈറ്റും ഡാർക്കും ബ്രൈറ്റും ഒക്കെ എന്താണ് ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും ഇന്റർഫറൻസ് പാറ്റേണിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് സെൻട്രൽ ബ്രൈറ്റ് ആണ്, ഇത് ഫസ്റ്റ് ബ്രൈറ്റ്, ഇത് സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് അങ്ങനെ കിട്ടാം. ഇത് സെൻട്രൽ ബ്രൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം ഇപ്പോഴും ആ സെൻട്രൽ വരുന്ന വേവ് ഒരിക്കലും ഇതുണ്ടാവില്ല, എല്ലാ വേവ്സും സൂപ്പർ ഇമ്പോസ് കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. കാരണം ആ രണ്ട് വേവ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. കാരണം S1 ഓയിലേക്ക് വരുന്നതും S2 ഓയിലേക്ക് വരുന്ന വേവും പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് എന്തായിരിക്കും, ബ്രൈറ്റ്. അപ്പോൾ സെൻട്രൽ ബ്രൈറ്റ് ആണ്, പിന്നെ ഡാർക്ക്, ബ്രൈറ്റ്. അപ്പോൾ ഇത് സെൻട്രൽ ബ്രൈറ്റ്, ഇത് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടീഷൻ ഫോർ സസ്റ്റൈൻ ഇന്റർഫറൻസ്. ശരിക്കും ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? The source must be coherent. നമ്മൾ ഓൾറെഡി പറഞ്ഞു coherent sources ആയിരിക്കണം. കാരണം coherent source coherent waves ഉണ്ടാവുള്ളൂ. coherent waves സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ. രണ്ട്, the source should be narrow and very close to each other. കാരണം നമ്മൾ ഇക്വേഷൻ നോക്കി അറിയാം, സ്മോൾ ഡി എന്ന് പറയുന്ന ടേം വളരെ ചെറുതാവണം, എങ്കിലും നമുക്ക് ബീറ്റ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ബീറ്റ കിട്ടില്ല. കാരണം ഡി എന്ന് വലുതായി കഴിഞ്ഞാൽ ബീറ്റ വളരെ ചെറുതാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലാക്കും ഡാർക്കും സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. അപ്പോൾ സ്മോൾ ഡി എന്ന് പറയുന്നത് വളരെ ചെറുതാവണം, എങ്കിലേ ഫ്രിഞ്ച് വിഡ്ത്ത് എന്തുണ്ടാവുള്ളൂ, നമുക്ക് അവിടെ അപ്പിയർ ചെയ്യുള്ളൂ. അപ്പോൾ സ്മോൾ ഡി എന്താവണം, ചെറുതാവണം, ക്യാപിറ്റൽ ഡി വലുതാവണം. ദ സോഴ്സ് ഷുഡ് ബി അറ്റ് കമ്പാരിറ്റീവ് ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ ഡബിൾ സ്ലിറ്റ്. ഒരുപാട് ദൂരമല്ല പറയുന്നത്, ഒരു കമ്പാരിറ്റീവ് ഡിസ്റ്റൻസ് എന്താണ് വെക്കണം, എങ്കിൽ നമുക്ക് ഫ്രിഞ്ചസ് ഫോം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി ചെറുതായ ബീറ്റ ചെറുതാവും. ബീറ്റ ചെറുതാവുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് ആ ഡാർക്കും ബ്രൈറ്റും സെപ്പറേറ്റ് ചെയ്ത് കണ്ടില്ലേ, നമ്മൾ ഫ്രിഞ്ച് ഓൾറെഡി കണ്ടു, അത് അതിന് മൈക്രോസ്കോപ്പിക് വ്യൂ ആണത്. അപ്പോൾ വീണ്ടും അത് നമ്മളൊരു നേക്കഡ് ആയതുകൊണ്ട് നോക്കി നമുക്ക് കാണാൻ കഴിയില്ല അത്. അപ്പോൾ ക്യാപിറ്റൽ ഡി വലുതാവണം, അതായത് സ്ക്രീനും സ്ലിറ്റും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാവണം, രണ്ട് സ്ലിറ്റ് തമ്മിൽ ദൂരം വളരെ ചെറുതാവണം. കൊഹിറൻറ്റ് സോഴ്സസ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അപ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ, നല്ലൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ഇതാണ് 3 കണ്ടീഷൻസ്. ഇനി when monochromatic light is used to produce interference pattern, alternative bright and dark bands are produced. നമ്മൾ പറഞ്ഞു ഒരു സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിക്കണം. സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ യെല്ലോ കളർ, യെല്ലോ ബ്ലാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് മോണോക്രോമാറ്റിക്, ഒരു വേവ് ലെങ്ത് ഉള്ള ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഹീലിയൻ നിയോൺ ലേസർ ഉപയോഗിക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്താവുന്നതാണ്, ഹീലിയം മീൻസ് റെഡ് ആണ്, അപ്പോൾ റെഡ് ബ്ലാക്ക് ആണ് ഉണ്ടാവുക. ക്ലിയർ. ഇനി when monochromatic light is replaced by white light, the central bright band become white and other bands become colored. അതായത് മോണോക്രോമാറ്റിക് ലൈറ്റിന് പകരം നമ്മൾ എന്താണ്, വൈറ്റ് ലൈറ്റ് 7 കളേഴ്സ് ആണ്. അപ്പോൾ 7 കളേഴ്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കും, നമുക്ക് ഉണ്ടാകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സെൻട്രൽ വൈറ്റ് ആയിരിക്കും, ബാക്കിയൊക്കെ കളേർഡ് സ്പെക്ട്രം ഉണ്ടാവുക. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ എന്താണ്, വാട്ടറിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പാറ്റേൺ. When the whole double slit experiment setup is immersed in a liquid, the bandwidth decreases. കാരണം നമുക്കറിയാം, ഈ മുഴുവൻ സെറ്റപ്പിന് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ റിഫ്രാക്ട് ഇൻഡെക്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും, വേവ് ലെങ്ത്തും കുറയും. അപ്പോൾ വേവ് ലെങ്ത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ബീറ്റയും കുറയും. അപ്പോൾ മുഴുവൻ സെറ്റപ്പിനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇന്റർഫറൻസ് പാറ്റേൺ, എന്താണ് കൊഹിയറന്റ് സോഴ്സസ്, ഇന്റർഫറൻസ് പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇന്റർഫറൻസ് എനർജി ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.